തെയ്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെല്ലാം കാണുന്നത് വളരെ ഈ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് നാം ശരിക്കും ഒരു നൃത്തമെല്ലാം ചെയ്ത് ആസ്വദിക്കുന്നവർ അങ്ങേയറ്റം ആസ്വദിക്കുന്ന ഒരു ഇത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടില്ലേ. ഒരു അതിജീവനത്തിൻ്റെ ഒരു കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞുകൂടാ, യാഥാർത്ഥ്യം. കാരണം പല തെയ്യങ്ങളും ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ദൈവക്കോലായിട്ട് കാണാൻ എത്തിയത് നമ്മളെ മുൻ തലമുറ അങ്ങേയറ്റം പ്രയത്നിച്ച്, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സവർണ മേധാവിത്വത്തിനോട് മല്ലടിച്ചിട്ട് അവരെടുക്ക അവർണരായ ഞങ്ങൾക്ക് എത്തണമെന്നില്ല ഒരു മത്സരമാണ് നടന്നത്. അതിൽ പലരും ജീവഹാനി നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും അതിനെ അതിജീവിച്ച് ഇന്ന് കാണുന്ന ഈ ഇപ്പൊ കുട്ടികൾ പറഞ്ഞല്ലോ തെയ്യം കലയാന്ന് പറഞ്ഞാൽ തെറ്റാണ്. വേണുഭൂഷൺ പറഞ്ഞ പോലെ അല്ല, ആചാരാനുഷ്ഠാനങ്ങളാണ്. ഈ ആചാരം അനുഷ്ഠാനം എന്ന നിലയിലേക്ക് എത്തിച്ചത് വളരെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ്. മുമ്പ് ഇത്ര ഭംഗിയൊന്നും ഉണ്ടായില്ല. ഇന്ന് ജനങ്ങളെ സമസ്ത പ്രത്യേകിച്ച് വിദേശികൾ പോലും വന്നിട്ട് ആസ്വദിക്കുന്ന ഒരു മേഖലയിൽ എത്തിച്ചത് അങ്ങനെ ഒരുപാട് തലമുറകളുടെ ഒരു കഠിന പ്രയത്നം തന്നെയാണ്. അതായത് ഇന്ന് തെയ്യം കെട്ടിയാടുന്നത് അവർണരാണ്, താഴേക്കടിയില്ല. അത് ജാതീയമായിട്ട് പറയുന്നല്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് മാറി. ഇന്ന് എല്ലാവരും തുല്യരാണ്. ഇവിടെ ജാതി മതമൊന്നുമില്ല. എന്നാലും ആദ്യം ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നിട്ട് കാണുന്ന ഒരു മേഖലയിൽ തെയ്യത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു കൊലയ സമുദായത്തെപ്പറ്റിയാണ്. ഈ ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല. പലരും ഗവേഷണം ശങ്കരാചാര്യ കോളേജ് കാലടിയിലെ കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പൊട്ടൻ തെയ്യം ഇതിനെപ്പറ്റി ഇല്ല ഒരു സംവാദമാണ് അവർ വന്നത്. ഒരു പ്രാവശ്യം വന്നു, പലരോടും ചോദിച്ചു. ശങ്കരാചാര്യ ചരിത്രത്തിൽ എവിടെയും ശിവൻ ചണ്ടാല വേഷധാരിയായിട്ട് ഒരു സംവാദം നടന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ഈ പറയുന്ന ഈ പൊട്ടൻ തെയ്യം എന്ന് പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടാവും. അത് ഉണ്ടായില്ല. അതിന്റെ കാരണമെന്ന് വെച്ച് എന്നാൽ സത്യത്തിൽ അത് ഒരു പൊട്ടൻ ദൈവത്തിന്റെ ഒരു രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയതാണ്. യാഥാർത്ഥ്യം എന്താന്ന് പറഞ്ഞാൽ അവർണരായ ഒരു തമ്പുരാന്റെ കീഴിലെ വയലിൽ പണിയെടുക്കുന്ന പുലയെന്ന് വെച്ചാൽ പുലം എന്ന് വെച്ചാൽ വയലിൻ അർത്ഥം. ആ വയലിന്റെ അധിപനാണ് പുലയൻ. ആ തമ്പുരാന്റെ വയലിൽ പണിയെടുക്കുന്ന അലങ്കാരം എന്ന് പറഞ്ഞ ഒരു പുലയുണ്ടായിരുന്നു. പക്ഷെ പഠിക്കണം, അറിവ് നേടണമെന്നില്ല അതിയായ ആഗ്രഹം. പിന്നെ ജീവൻ പോയാലും അറിവ് നേടിയേ പറ്റൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി എല്ലാ ദിവസവും കൂലിപ്പണിയൊക്കെ കഴിഞ്ഞ് ഈ തമ്പുരാന്മാരെ കായികമായുള്ള സകല വിദ്യകളും മന്ത്രങ്ങളും എല്ലാം പഠിക്കുന്ന ആ ആലയത്തിന് സമീപത്ത് ശരീരത്തിൽ ചളിയിൽ പെരക്കി മണ്ണിൽ പതിഞ്ഞു കടന്ന് എല്ലാം സകല 6 ശാസ്ത്രങ്ങൾ 60 വിദ്യ പുരാണം അഷ്ടദശം ഇതെല്ലാം പഠിച്ചിട്ട് പിന്നെ എല്ലാം സ്വായത്തമാക്കി ഇവരുടെ അറിയാതെ തന്നെ. അങ്ങനെ എന്തായാലും ഇവർ ഈ മേധാവിത്വത്തിനെതിരായിട്ടൊന്ന് ചോദ്യം ചെയ്യാമെന്നുള്ളത് ഒരു ദിവസം തമ്പുരാനോട് നേരിട്ട് ചോദിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങളെ കണ്ടുകൂടാ വഴിമാറണം എന്നെല്ലാം പറയുന്നത്? അതിനൊരു വ്യക്തമായിട്ടൊരു കാരണം വേണം. ഒരു കാരണമില്ലാണ്ട് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ല. മനുഷ്യ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ശരീരം അത് നമുക്ക് നിൽക്കൊന്നാണ്. നമ്മളെ എല്ലാ ശാരീരിക അവയവങ്ങളും തുല്യമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി തരുന്ന നെല്ല് നിങ്ങൾ തിന്നുന്നത്, നമ്മൾ ഉണ്ടാക്കുന്ന വാഴപ്പഴം നിങ്ങൾ ദൈവത്തിന് നിവേദിക്കുന്നു, നമ്മൾ ഉണ്ടാക്കുന്ന പുഷ്പങ്ങൾ നിങ്ങൾ ദൈവത്തിന് അർച്ചിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പിന്നെ നമ്മളെ തൊട്ടുകൂടാ വേണ്ടിക്കൂടാ കണ്ടുകൂടാന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അങ്ങനെ ചോദിക്കുന്നത്. നിന്റെ സത്യമേത സത്യമേത് നിത്യമേത നിത്യമേത് ശുദ്ധമേത ശുദ്ധമേത് ശുദ്ധ അന്ധക്കണ്ണ് സ്ത്രീ സക്ലീപമേത് സ്ഥൂല സൂക്ഷ്മങ്ങളേത് വേദ്യരാജ്യം നീച ജാതി മേത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ അതേപോലെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളും നിങ്ങളും വലിയ വ്യത്യാസം ഒന്നാണ് എന്ന് പറയുമ്പം ശൗച സ്നാന കർമ്മം ആചരിക്കാത്ത ജാതി നിങ്ങൾ, ദൈവചിന്തനം കുറഞ്ഞ പ്രാകൃതന്മാർ നിങ്ങൾ, അത്രയുമല്ല മത്സ്യമാംസം ദുർഗന്ധാദികൾ വിട്ടുപോകുന്നതല്ല നിങ്ങളെ ഗാത്രത്തിൽ ഒരു കാലത്ത്. അപ്പോൾ ഈ അലങ്കാരം പറയുന്നത് ഭക്ഷണ രീതി പലവിധായിരിക്കും. നിങ്ങൾക്ക് നിഷേധിക്കുന്നത് നമുക്ക് പ്രസാദമായിരിക്കും, നമ്മൾ നിഷേധിക്കുന്നത് നിങ്ങൾക്ക് പ്രസാദമായിരിക്കും. അത് സ്വാഭാവികം. പക്ഷെ നമ്മുടെ രക്തവർണ്ണത്തിലൊന്നും ഒരു വ്യത്യാസമില്ല. അന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പഠനകാലി എന്ന് പറയുമ്പോൾ ചുരുങ്ങിയ സംഖ്യയിൽ പോരാ, ഒരു ദിവസം ഫുള്ള് വേണം. ഇതിപ്പോൾ കുട്ടികൾക്ക് കാണുക വേണമല്ല. അപ്പം കൂടുതൽ പറയുന്നില്ല. അങ്ങനെ ആ ചോദ്യം ചെയ്ത്